ഇപ്പോൾ ഉള്ളവർക്ക് അറിയത്തില്ല. ഞങ്ങൾ പിന്നെ രണ്ടുപേര് വയസ്സ് തന്നെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഈ ചീനിക്കമ്പ് ജീവൻ ഇറങ്ങി വരുന്നത്. ഞങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ യാത്രക്കിടയിൽ ഇവിടെ ഇറങ്ങിയത്. ഇത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വല്ലം എന്ന സ്ഥലമാണ്. അവിടെ കണ്ട ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ വളരെ സർവ്വസാധാരണമായിരുന്നു ഇത്തരത്തിൽ ചീനി വീഴുന്ന മരച്ചീനിക്കാലം. ചീനി മുറിച്ചുണങ്ങുക, പിന്നീട് അത് അരിഞ്ഞു വാട്ടുക, ഇതിനുശേഷം ആ കമ്പ് ശേഖരിച്ചു കൊണ്ടുവന്ന് ചീവി ഉണക്കി അത് തീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന നാട്ടിൻപുറത്ത് ഇങ്ങനെ സർവ്വസാധാരണമായി. എന്നാൽ ഗ്യാസും പുതിയ ആധുനിക അടുപ്പ് സംവിധാനങ്ങളൊക്കെ വന്നതോടെ ഇത് നാട്ടിൻപുറങ്ങളിൽ നിന്ന് തന്നെ മാഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ രണ്ടമ്മമാർ, പുതിയ തലമുറയിൽ പോലും ആരും ചെയ്യാത്ത ഒരു ജോലിയാണിപ്പോൾ ഈ ചീനിക്കമ്പ് ശേഖരിച്ച് തീയരിക്കാൻ വേണ്ടി ഗ്യാസിന് ഇന്ന് കമ്പ് ചീവി ഉണക്കുന്ന വളരെ നല്ലൊരു കാഴ്ചയാണ് ഈ വല്ലത്തൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ അമ്മമാരുടെ വിശേഷങ്ങളാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വിറവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ പാടുപെട്ട് ഇവിടെ ഇറങ്ങി വന്ന് വിറവ് പച്ച ചീനിക്കമ്പ് വറക്കിയിട്ട് തീയരിക്കാൻ കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ബത്തപ്പാട് കുറയും. ഇല്ലെങ്കിൽ കാശ് കൊടുത്ത് വിറവ് മേടിച്ചെങ്കിൽ ഗ്യാസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാൻ ഒക്കും. അരി വയ്ക്കാനൊക്കെ ഇത് വെച്ച് പിന്നെ വയ്ക്കാം. പിന്നെ ഇച്ചിരി തോരനോ അവിയലോ ഒക്കെ വയ്ക്കുന്നതിന് നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഗ്യാസിന് ഭയങ്കര വിലയില്ല മോനെ. ഗ്യാസിനിപ്പോൾ ആദ്യം 1200 രൂപ കൊടുത്താൽ ഗ്യാസ് എടുത്തത്. ഇപ്പം പിന്നെ ഗ്യാസിന് ഇച്ചിരി വില കുറവുണ്ട്. അങ്ങനെ ഇരിക്കുവാ ഞങ്ങൾ. ഇതുകൊണ്ട് ചീവി ഇട്ട് ഉണങ്ങിയിട്ട് വാരി കെട്ടിക്കൊണ്ട് പോകും. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത്. ചീവി ഇട്ടിട്ടുണ്ട്. രാവിലെ വന്നു ഇവിടെ അന്നേരം വെയിലായിരുന്നു. പണ്ട് ഞങ്ങൾ പിന്നെ ചീനിക്കമ്പ് ഇല്ലായിരുന്നല്ല ഉണ്ട്. ഇങ്ങനെ വള്ളി പോലുണ്ട്. എല്ലാവരും ചീനിക്കമ്പ് ഇറക്കി ചീവി കൊണ്ടുവന്ന് കെട്ടി കൊണ്ടുപോയി തീയരിക്കും. ഇപ്പൊ എല്ലാവരും ഒന്നും ഇറങ്ങത്തില്ല. കമ്പനി ജോലി ഉണ്ടെങ്കിൽ കമ്പനി തോട് കൊണ്ടുവരും. കമ്പനി ജോലി ഇല്ലല്ലേ, നമുക്ക് നാണക്കേടില്ല. എന്തായാലും തീയരിക്കുന്നതിന് ഒരു മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ തലമുറയിലുള്ളവരങ്ങനെ ചെയ്യുമോ ഇങ്ങനെ? ഇപ്പോൾ ഉള്ളവർ ചെയ്യത്തില്ല. അങ്ങനെ ഇപ്പോൾ ഉള്ളവർക്ക് അറിയത്തില്ല. ഞങ്ങൾ പിന്നെ രണ്ടുപേര് വയസ്സ് തന്നെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ഇറങ്ങി വരും. രാവിലെ ഇറങ്ങിയൊന്ന് കുറച്ച് ചീനി ഇട്ടിട്ടാ പോയത്. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. അത് പിന്നെ ഞങ്ങൾ അപ്പുറത്ത് വയലിൽ ചീനിക്കമ്പിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ തീയരിക്കുന്ന പിന്നെ പെട്ടെന്ന് നമുക്ക് വെക്കുന്ന സാധനം വെന്തെടുക്കാം. ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അടപ്പ് വെച്ചിട്ട് വേറെ അതുകൊണ്ടാണ് ഈ ചീനിക്കമ്പ് ജീവൻ ഇറങ്ങി വരുന്നത്. ഞങ്ങൾ ചീനി ഇവിടെ അങ്ങോട്ട് ഇട്ടിട്ട് ഉണങ്ങുമ്പോൾ വാരി കെട്ടിക്കുക. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് പോവാണോ? നാളെ ഉണ്ടിനി. അപ്പോൾ ഈ അമ്മമാർ ഇന്നത്തെ ജോലി കഴിഞ്ഞ് മടങ്ങുകയാണ് വീട്ടിലേക്ക്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചുമക്കാൻ പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. നിങ്ങൾക്ക് വേറെ ജോലി ഇല്ലാന്ന് പോയതാണ്. ഒരാഴ്ചയിലേക്കുണ്ട്.